നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനവിടെ വന്നിരിക്കുന്നത് മലയാളത്തിലെ മികച്ച ഹൊറർ സിനിമകൾ, അതായത് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാതെ പോവുകയും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു പോവുകയും പിന്നീട് ടെലിവിഷനിലും OTTയിലുമൊക്കെ വന്നപ്പോൾ പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ച കുറച്ച് ഹൊറർ സിനിമകളുണ്ട്. ആ സിനിമകളെ കുറിച്ച് പറയാനാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കുക. സിനിമ സംബന്ധമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്നും അറിയാവുന്നതായിരിക്കും. അപ്പോൾ വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. 2003 ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത സിനിമയാണ് വിൻ്റർ. ജയറാം, ഭാവന എന്നിവരൊക്കെയാണ് സിനിമയിലെ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. 2003 സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞെങ്കിലും 2009 ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞത്. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടാണ് ഇവർ ഈ സിനിമ റിലീസ് ചെയ്തത്. സിനിമയുടെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന ജയറാമിൻ്റെയും ഭാവനയുടെയും അടുത്തേക്ക് ഒരു ഭീകര സംഭവം എത്തിപ്പെടുകയാണ്. ഇത് ഒരു ഹൊറർ സിനിമ ആയിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ സിനിമയിൽ ഗോസ്റ്റ് എന്ന് പറയാൻ ഇല്ല. ഒരു വലിയ ക്രിമിനലാണ് സിനിമയിലുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രകടനമാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. സിനിമയുടെ അവസാനം മുതൽ സിനിമയിൽ വലിയൊരു ത്രില്ലിങ്ങും ഭീതിജനകമായ കാഴ്ചകളുമൊക്കെയാണ് സിനിമയിൽ കാണുന്നത്. പക്ഷേ ആ സിനിമ അന്ന് വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. പകരം ടെലിവിഷനിലെത്തിയപ്പോഴാണ് ഈ സിനിമ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത്. ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കാണുക. സിനിമ ഹോട്ട്സ്റ്റാറിലുണ്ട്. 2018 സുഗീത് സംവിധാനം ചെയ്ത് പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് കിനാവല്ലി. 2018 എന്ന വർഷത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച വർഷമാണ് അത്. പ്രണയകാലത്താണ് ഈ സിനിമ റിലീസ് ചെയ്തത്. അതുകൊണ്ടാവാം ഈ സിനിമ അന്ന് വിജയമാവാതെ പോയത്. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് ഈ സിനിമ ZEE5 എന്ന OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കുന്നതും റിലീസ് ചെയ്യുന്നതും. അന്ന് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സിനിമയുടെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു സുഹൃത്തിൻ്റെ അടുത്തേക്ക് കുറച്ച് കൂട്ടുകാർ കടന്നു വരികയും അവർ താമസിക്കുന്ന ബംഗ്ലാവിൽ പ്രേതമുണ്ടെന്ന് ചില നാട്ടുകാർ പറയുകയും അത് കേട്ട് ഭയപ്പെടുന്ന കൂട്ടുകാർ തൻ്റെ സുഹൃത്തിനോട് ചോദിക്കുകയും സുഹൃത്ത് അങ്ങനൊരു സംഭവം മുമ്പ് കേട്ടിട്ടുണ്ടെന്ന് പറയുകയും, പക്ഷേ അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഇവിടെ അങ്ങനൊരു സംഭവമേ ഇല്ല എന്നും കൂട്ടുകാരോട് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിന്നീട് കൂട്ടുകാർ മനസ്സിലാക്കുന്നു അവിടെ പ്രേതമുണ്ടെന്ന്. തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കാഴ്ചകളൊക്കെയാണ് പിന്നീട് കാണുന്നത്. ശരിക്കും നമ്മളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. സുഗീത് എന്ന സംവിധായകൻ്റെ മികച്ച സിനിമകൾ ഒന്നായി നമുക്ക് ഈ സിനിമയെ കണക്കാക്കാം. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. സിനിമ ZEE5 1960 റിലീസ് ചെയ്ത സിനിമയാണ് ഭാർഗവി നിലയം. വൈക്കം മുഹമ്മദ് ബഷീറാണ് ഈ സിനിമ തിരക്കഥ എഴുതിയത്. വിൽസൻ്റാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. അന്ന് ഈ സിനിമ വളരെ ഗംഭീര വിജയം ഈ സിനിമയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ വീണ്ടും കഴിഞ്ഞ വർഷം ടോവിനോയെ നായകനാക്കി നീലവെളിച്ചം എന്ന പേരിൽ ആഷിഖ് കപൂർ റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ആ സിനിമ വീണ്ടും റീമേക്ക് ചെയ്തപ്പോൾ ഇന്നത്തെ പ്രേക്ഷകർക്ക് തിയേറ്ററുകളിൽ നല്ലൊരു എക്സ്പീരിയൻസ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഞാൻ ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് കണ്ടത്. ആ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ടോവിനോ വളരെ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. റിമ കലിംഗനാണ് സിനിമയിൽ പ്രേതമായി വരുന്നത്. അവരും തിരക്കേടില്ലാതെ അഭിനയിച്ചിരുന്നു. അപ്പോൾ ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഉണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണുക. ഒരു ആവറേജ് അനുഭവം നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമയ്ക്ക് നേരിടാൻ കഴിയും. ഇനി പറയാൻ പോകുന്ന സിനിമ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. നിർമ്മൽ സഹദേവൻ സംവിധാനം ചെയ്ത് 2022 റിലീസ് ചെയ്ത ഐശ്വര്യ ലക്ഷ്മി കേന്ദ്ര കഥാപാത്രമായി എത്തിയ കുമാരി എന്ന സിനിമയാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് നല്ല രീതിയിൽ ഭയപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. നമ്മുടെ മണിച്ചിത്ര താഴൊക്കെ പോലെ ഏകദേശം ഒരു ടച്ച് തരുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു മുത്തശ്ശി ഒരു കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുത്തശ്ശി കഥയായിട്ടാണ് ഈ സിനിമ
കാണുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഐശ്വര്യ ലക്ഷ്മി എന്ന നടിയുടെ ഏറ്റവും മികച്ച പ്രകടനം തന്നെയാണ് ഈ സിനിമയെ വലിയൊരു വിജയത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആ സിനിമ അന്ന് തിയേറ്ററുകളിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഒരു കാര്യത്തിൽ പറയാനുള്ളത്, കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾ പുറത്ത് കേൾക്കുന്നുണ്ടാവും. അത് ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അത് വലിയൊരു കോളനിയാണ്. അതിൻ്റെ ഒരു ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾ ഈ വീഡിയോക്കുള്ളിൽ കേൾക്കുന്നുണ്ടാവും. ദയവ് ചെയ്ത് നിങ്ങളത് ക്ഷമിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.